ഹലോ ഓൾ, വെൽക്കം ടു നിമ്മീസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമുക്ക് തീ പോലും കത്തിക്കേണ്ട അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതുവരേക്കും നിമ്മീസ് വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബോർഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനിവിടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതാ പുരട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ തേച്ചതിന് ശേഷം ഞാനൊരു 12 സ്ലൈസ് ബ്രെഡ് അതിൻ്റെ 4 സൈഡും ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്ത് നീക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ക്രീമിൻ്റെ മുകളിലോട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് അടുത്തതായിട്ട് ഞാൻ ഷുഗർ സിറപ്പ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഷുഗർ സിറപ്പ് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ചെറീസും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ അടുത്ത 2 ലെയറും ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് ഒക്കെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പും ക്രീമും ഇട്ട് കൊടുക്കുക. പിന്നീട് ഈ ചെറീസും വൈറ്റ് ചോക്ലേറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് അടുത്ത 2 ലെയറും കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം ഈ കേക്കിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും മുകളിലും ഒക്കെ ആയിട്ട് നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഈ ക്രീം. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു ½ an hour വെക്കാൻ പോവാണ്. ഇപ്പോൾ ഇതാ കേക്ക് ഇവിടെ ക്രീമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ക്രീമിലേക്ക് ബാക്കി വന്ന ആ ക്രീമിലേക്ക് പിങ്ക് കളർ ചേർത്തിട്ട് ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുകയാണ് ഈ കേക്കിൻ്റെ മുകളിൽ.
അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്